വർഷം തോറും തുലാമാസം 30-ാം തീയതിയാണ് ഗുരുവായൂരിൽ കൃഷ്ണഗീതി ദിനം ആഘോഷിക്കുന്നത്. ഗുരുവായൂരിലെ ഏറ്റവും സവിശേഷമായ വഴിപാടായ കൃഷ്ണനാട്ടത്തിൻ്റെ ഉദ്ഭവം കൃഷ്ണഗീതിയിൽ നിന്നാണ്. സാമൂതിരി രാജാവായിരുന്ന മാനവേദൻ ഗുരുവായൂരപ്പനെ ദർശിച്ചതിന് അത്യാഹ്ലാദത്തിൽ രചിച്ചതാണ് കൃഷ്ണഗീതി എന്നാണ് ചരിത്രം. 1653 തൻ്റെ 68-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൃഷ്ണഗീതി രചിച്ചത്. ഭാഗവത പുരാണത്തിലെ 10-11 സ്കന്ധങ്ങളെ ആധാരമാക്കിയാണ് ഈ രചന. ജയദേവ കൃതിയായ ഗീതാഗോവിന്ദവും മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും കൃഷ്ണഗീതിയുടെ രചനയ്ക്ക് സഹായകമായി എന്നാണ് ചരിത്രലിഖിതം. തൻ്റെ സമകാലികനായിരുന്ന വില്ലോമംഗലം സ്വാമിയാരെ പോലെ മാനവേദ രാജാവും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നു. വില്ലോമംഗലത്തിന് ദർശനം കിട്ടിയതുപോലെ തനിക്കും ഭഗവാന്റെ ദർശനം ലഭിക്കണം എന്ന് മാനവേദന് അതിയായ ആശയുണ്ടായിരുന്നു. വില്ലോമംഗലത്തോട് തൻ്റെ ആശയറിയിച്ച് ഏറെ പ്രതീക്ഷയോടെ അദ്ദേഹം കാത്തിരുന്നു. ഭഗവാന്റെ ദർശനം ലഭിക്കും എന്ന് ഉറപ്പ് കിട്ടിയ ദിവസം രാവിലെ തന്നെ മാനവേദൻ ഗുരുവായൂരിൽ എത്തിയത്രേ. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്ത് അക്കാലത്ത് ഒരു ഇലഞ്ഞി മരമായിരുന്നു. മാനവേദന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ബാലശ്രീകൃഷ്ണൻ അവിടെ ഓടിക്കളിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് എന്നാണ് ഐതിഹ്യം. ഭഗവാനെ പുണരാൻ ഓടിയടുക്കവേ ഭഗവാൻ അപ്രത്യക്ഷനായത്രേ. ഭഗവാന്റെ നെറുകയിൽ ചൂടിയിരുന്ന പീലികളിലൊന്ന് മാനവേദന് സമ്മാനമായി നൽകിയെന്നും പുരാണ ലിഖിതങ്ങളിലുണ്ട്. ഭഗവത് ദർശനത്തിന് ശേഷം തൻ്റെ കോവിലകത്ത് മടങ്ങിയെത്തിയ മാനവേദൻ ആ ദർശന സൗഭാഗ്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ മഹാകാവ്യമാണ് കൃഷ്ണഗീതി. തൻ്റെ സൃഷ്ടി വില്ലോമംഗലത്തെ കാണിച്ച മാനവേദൻ ആ കാവ്യത്തിന് മികച്ച ഒരു നടന രീതി ആവിഷ്കരിക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിൻ്റെ ഉദ്ഭവം. മാനവേദന് സമ്മാനമായി കിട്ടിയ മയിൽപീലി കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണവേഷത്തിൻ്റെ മുടിയിൽ പതിപ്പിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്തത്. 8 ഭാഗങ്ങളാണ് കൃഷ്ണഗീതിയിലുള്ളത്. കൃഷ്ണൻ്റെ അവതാരം, കാളിയാമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധ യുദ്ധം, സ്വർഗാരോഹണം. 8 കഥകൾ, 8 ദിവസത്തെ കളി, 8 കുട്ടികൾ, 8 നാഴി എണ്ണ, 8 തിരി, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങ് പണം. അങ്ങനെ 8ന് ഒരുപാട് പ്രാധാന്യമുണ്ട് കൃഷ്ണഗീതിയിലും കൃഷ്ണനാട്ടത്തിലും. സംസ്കൃതത്തിലാണ് കൃഷ്ണഗീതി രചിച്ചത്. മാനവേദ സാമൂതിരിയോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷ്ണഗീതിയിൽ നിന്നുണ്ടായ കൃഷ്ണനാട്ടം കാണാൻ അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ് വടക്കേ നടയിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ മുൻപന്തിയിൽ കൃഷ്ണനിരിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം.